ചീപ്പ് കണ്ണാടി കുപ്പിയോളെ, സോപ്പ് ചീപ്പ് കണ്ണാടി കുപ്പിയോളെ. മോളെ കാലത്തെ വല്ലവർന്ന് കുപ്പിയോളെ ഒരാണോ കുറച്ചു തരാം. കച്ചവടം കഴിഞ്ഞപ്പോ നേരെ ഇരട്ടിപ്പോയി. പോണ വഴി ഇതുകൂടി തന്നേച്ച് പോകുന്നേരത്തെ ഈ വഴി പോകുന്നത്. എന്നാ നിങ്ങൾ അപ്പുറത്തോട്ട് വാ. സോപ്പ് ചീപ്പ് കണ്ണാടി കുപ്പിയോളെ. വാപ്പാ എന്താണ് പെണ്ണേ? ഇപ്പുറത്തോട്ടൊന്ന് വന്നേ വാപ്പാ. എന്ത് ബാപ്പ അപ്പുറത്തായിട്ട് വരാനാ? ഞമ്മക്കിപ്പോ മനസ്സില്ല. നീ വേണേ ഇപ്പുറത്തായിട്ട് വാ. സോപ്പ് ചീപ്പ് കണ്ണാടി കുപ്പിയോളെ. പോന്നു പാപ്പാ. ആര് പോണേ? കുപ്പിവളക്കാരൻ. എവിടെ കൂടെ പോണെന്ന്? ബൈ കൂടെ. ഇങ്ങോട്ട് പോട്ടെന്ന്. ഞമ്മ വിചാരിച്ച് കടയുടെ അകത്ത് കൂടി പോണെന്ന്. സോപ്പ് ചീപ്പ് കണ്ണാടി കുപ്പിയോളെ. ബാപ്പാ എന്താണ് പെണ്ണേ? ആളുമാരെ ബയ്യ പിടിയല്ലേ? ബാപ്പാ എനിക്ക് 2 കുപ്പിവള വേണം. ഇങ്ങനെ 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 പിരിഞ്ഞ വള. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ 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 ഇപ്പൊ പിരിയണത്? പിരിയണ്ട പോ. ഹളാക്ക് പിടിച്ചവൻ മൂവന്തി നേരമായിട്ട് പോണില്ലല്ല. നമ്മുടെ കടയുടെ ചുറ്റും കിടന്നാണ് അവന്റെ വിളി. ഷെയ്ത്താൻ വല്ലത് കൊടുത്തേക്കണം മുതലാളി. എന്റെ മുഷീലത്തെങ്കിലും മേട്ടി ഒന്ന് നിർത്തടാ. നിന്റെ അണ്ണാക്കിലിടാൻ ഞമ്മ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ബാപ്പാ എന്താണ് വേണ്ടേ പിന്നെ കിടന്ന് കിടങ്ങണത്? 2 എണ്ണം കൂടെ വേണം ബാപ്പാ. ദേ ഞാനൊരു ബീക്ക് വശം എന്നാലുണ്ടല്ലോ. എന്റെ മുമ്പിൽ നിന്ന് എല്ലാത്തിനും അടിച്ചു കൊന്നിട്ട് ഞാനും ചാകും. എനിക്കെനിക്ക് പൊറുക്കണ്ട. അങ്ങനെ പറയാതെ കാർത്തി, നീ ഒന്ന് അടങ്ങ്. തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലെങ്കിലേ എല്ലാം കൂടെ പെരേ കയറി കഥവടച്ച് കിടന്നോളണം. അല്ലാണ്ട് ഇവിടെ കിടന്ന് തമ്മിൽ കടിച്ചു കിടാൻ തുടങ്ങിയ മനുഷ്യന് പൊറുക്കണ്ടേ? കാർത്തി, നീ നമ്മുടെ പിള്ളേരുടെ കാര്യമല്ലേ പറഞ്ഞ്? അല്ല, വല്ല മനുഷ്യനും കേട്ടോണ്ട് വന്നാ എന്തോ വിചാരിക്കും? മനുഷ്യന് നീ എന്നാ വിചാരിക്കാനാണ്? വലിയ ആളല്ലയോ, ഒരു പണിക്കര് നടക്കുന്നു. കൊമ്പേരെ പണിക്കര്. കാർത്തി, നീ എന്നെ അവകാശിക്കരുത്. ഞാൻ നിന്റെ കഴുത്തിൽ മാലയിട്ട ഏക ഭർത്താവാണ്. ഓ പടാ, മാറി ഇട്ടേ അതുവഴി അങ്ങ് പോയേച്ചാ മതിയായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് അങ്ങനെ തോന്നിയില്ല. അതിനെപ്പോഴും നീ എന്നെ ഇങ്ങനെ അവമാനിച്ചാലോടി കാർത്തി. എങ്കിൽ മാനം വേണേ മുണ്ടാണ്ടിരുന്നു, അതാ നല്ലത്. എന്റെ പൊന്നു കാർത്തി, നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ആരണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എപ്പ നോക്കിയാലും മുറ്റത്തൊന്നും ആള് മാറുകയില്ല. എന്നാത്തിനാണ് എന്റെ പൊന്നു കാർത്തി, നിനക്ക് എന്നെ വഴക്ക് പറയാൻ ഇനി സന്ദർഭം കിട്ടും. ഇപ്പൊ നീ ഒന്ന് പോയില്ല. ഞാൻ പോയി തരാപ്പാ, എന്നെങ്കിലും ഒക്കെ കാട്ടും. നമസ്കാരം. അല്ല, ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? വരണം വരണം വരണം, ഇരിക്കണം ഇരിക്കണം. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇപ്പൊ അങ്ങനൊക്കെ വിചാരിക്കാനുണ്ടോ? ഇരിക്കണം, ഇരിക്കണം. അതിന് കുറെ ഛേദമുണ്ട്. ഞാൻ അവനെ വളർത്തിയത്. പിന്നെന്താ 2 പേരും കൂടി ഇങ്ങോട്ട് തിരിച്ചത്? ഇവൻ എന്റെ മകനാണെന്ന് അറിയാമല്ലോ. അല്ലേ, അത് മോഹൻ ഉണ്ടായിരുന്നൂടെ? ഇവനെ ഞാനിവിടെ ഏൽപ്പിച്ചിട്ട് പോകാനാ വന്നത്. ഇവനെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അയ്യോ കഷ്ടം. ഇനി എന്നെ കൊണ്ട് മേല. റാങ്കോട് കൂടിയാണ് പാസ്സായത്. അത് പേടിക്കാനൊന്നുമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കുറെ റാങ്ക് എല്ലാം കാണും. പണിക്കര് സാറ് പലർക്കും ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇവനെ കൂടെ ഒന്ന് കൈക്കൊള്ളണം. ചേട്ടാ, ഞാൻ പറയുമ്പോ ഞാൻ ഒഴിഞ്ഞാൻ പോവുകയാണ് ചേട്ടന് തോന്നും. അങ്ങനെയാണ് പറയണ്ട. ചെറുക്കനെ ഞാൻ ഇവിടെ നിർത്തി വെച്ച് പോകും. ദിവസം ഇത് തന്നെയാണ് ചേട്ടാ ജോലി. ആളുകൾ ഇരുത്തണ്ടേന്ന്. എന്ത് ചെലവ് വന്നാലും വഹിച്ചോളാം എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങോട്ടങ്ങ് വന്നോളുക. ഞാൻ പിന്നെ ഇതിനൊക്കെ കുറെ ചെലവുകളില്ലേ, അതുകൂടെ സാറ് വഹിക്കണോന്ന് പറഞ്ഞാൽ ഒക്കുവോ? അനിയന്റെ പേര്? അല്ലേ, രാഘവൻ. എനിക്ക് ബുദ്ധിമുട്ട് മാത്രമാണ് ചേട്ടാ മിച്ചം. അല്ല സാരമില്ല, കുറെ പിള്ളേർ രക്ഷപ്പെടുമല്ലോ. ഈ ചെറുക്കന്റെ കാര്യം ഞാൻ ഏറ്റു. നമ്മുടെ മറ്റേ പുള്ളി ടിവിയിൽ വന്നിരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങുകയായിരുന്നു. ചെറുക്കന് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് എല്ലാ കഴിവും ചെലുത്തും. പണിക്കർ സാറ് മനസ്സ് വെച്ചാ പറ്റാത്ത കാര്യങ്ങളുണ്ടോ? അതൊക്കെ ഞാൻ ഏറ്റവും വന്നാട്ടെ. നാരായണ, അല്ല രാഘവ, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? ഉണ്ട്. കയ്യിരുന്നോട്ടെ. അതെന്താ? അല്ലല്ല, സൂക്ഷിച്ച് വെച്ചോളണമെന്ന് പറയുമായിരുന്നു. എടീ കാത്തമ്മേ, കുഞ്ഞുങ്ങൾക്ക് നേന്ത്രപ്പഴം ഉണ്ടോ? പഞ്ചകസാര ഉണ്ടോ? പിന്നെ നിനക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ആരെങ്കിലും വാങ്ങിപ്പിക്കാൻ പാടില്ലായിരുന്നു? അതൊക്കെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വാങ്ങിക്കാം. എടാ, 1 കിലോ പഴവും 2 മണി പഞ്ചാരയും മേടിച്ചു കൊടുത്തേക്കാം. അയ്യോ ചേട്ടാ, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വന്നാട്ടെ. അച്ഛന് സോമില്ലാതിരിക്കല്ലേ? പിന്നെ ഇതെല്ലാം എടുത്തും കൊണ്ട് എവിടെ പോകുന്നു? ഞാൻ ഇവിടെ തന്നെ എങ്ങനെ ഇരിക്കും മോളെ? നീ അതുങ്ങളുടെ നില കണ്ടോ? മനുഷ്യനാണെങ്കിൽ വിശന്നാ കരയും. മിണ്ടപ്പാണിയുടെ വിശന്നാ മിണ്ടൂല്ല മോളെ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ? സൂക്കേട് വന്നാ സൂക്ഷിക്കണ്ടേ? എന്റെ സുഖക്കേട് ഇതുവരെ ഈ വീട്ടിന്റെ ഭാരം ചുമന്നു ഇതുങ്ങളാണ് മോളെ. ഇതുങ്ങളെ പട്ടിണിയിട്ടിട്ട് എന്റെ സൂക്കേട് അങ്ങനെ ഭേദമാകണ്ട.
ഇതിനൊക്കെ ഇത്തിരി കച്ചിരി വാങ്ങിക്കാനുള്ള വഴി ഞാനൊന്ന് ഒപ്പിക്കട്ടെ. അച്ഛനതിനുള്ള ആരോഗ്യം കൂടെ വേണ്ടേ? ഇത് തന്നെയാണ് മോളെ എല്ലാരും എന്നോട് ചോദിക്കണത്. ദീനക്കാരനായതാ എന്ത് പണിയെടുക്കാൻ പോണോന്ന്. ആയ കാലത്ത് ഞാനും ഇതുങ്ങളും ഒത്തിരി പണിയെടുത്തിട്ടുണ്ട് മോളെ. ഇപ്പൊ എനിക്ക് വയ്യാതായി. പക്ഷെ അതുങ്ങളെ പട്ടിണിയിട്ട് കൊല്ലാൻ ഒക്കുവാ. ഇങ്ങ് തരുവച്ച, ഞാൻ പോയി നിലമുഴ. വിടുവച്ച, നിലമുഴ ഞാൻ പോകാം. നിലമുഴ നീ വന്നിരിക്കുന്നോടാ. അതിനായിരുന്നോടാ മഹാഭാവി ഞാൻ കണ്ടവരുടെ കാല് പിടിച്ച് നബിയവരെ പഠിപ്പിച്ച. അതെനിക്ക് നിലമുഴുതു കൂടെ. നിലമുഴ ബിയവരെ പഠിക്കണോടാ. ആളുകൾ എന്റെ മുഖത്ത് കാൽക്കച്ചത് പോയല്ലോടാ. അച്ഛാ, തൊട്ടാലേ കൊന്നു കളയും. അവൻ അപമാനിക്കാൻ വന്നിരിക്കുന്നു. കുറച്ച് പഠിച്ചു പോയെന്ന് വിചാരിച്ച് എന്റെ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. 1 രൂപയെങ്കിലും ശമ്പളം വാങ്ങിച്ച് എന്റെ അച്ഛന്റെ കൈയെ കൊണ്ട് തരാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുന്നില്ല. എന്ത് ജോലി ചെയ്യുന്നതിനും മടിയുള്ളവനല്ല ഞാൻ. അച്ഛൻ എന്നെ അനുവദിക്കൂ, ഞാൻ ഇതെങ്കിലും ചെയ്തു കൊള്ളട്ടെ. എടാ, നീ എന്റെ മുമ്പേ ഒന്ന് പോവാനാണ് പറഞ്ഞത്. അച്ഛനായിട്ട് വിഷമിക്കാൻ പോ. ഇനി നീ എന്തിനൂടെ നിൽക്കുന്നു? ഒരുത്ത നില മുഴുവൻ പോകുന്നു. നീ എന്ത് കട്ടമല്ലടി, എല്ലാം എന്റെ മുമ്പിൽ നിന്ന് തുറന്നു. എന്റെ ഈശ്വര, എന്തെന്തൊക്കെ കുറിച്ചാണ് ഇവരെ ഞാൻ പഠിപ്പിച്ചെടുത്തത്. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ വേദന മറ്റാരെടുത്ത് പറയും? മറ്റാരെടുത്ത് പറയും? കരയാതെ മോളെ. അച്ഛന് താങ്ങാനാവാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. കരയാതെ മോളെ. നോക്ക്, നേരെ ഒത്തിരിയായി. മോളെ പള്ളിക്കൂടത്ത് പോ മോളെ. ഇതിലൊക്കെ എന്നൊരറുതി ഉണ്ടാകുമോ എന്തോ. എന്താ മോളെ? മോളെ, അച്ഛൻ വിഷമിക്കരുത്. പറ മോളെ, എന്ത്? എന്നും പണമില്ലാതെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? എന്റെ ദൈവമേ, മോളൊരു കാര്യം ചെയ്യേ, നാളെ കൊടുക്കാമെന്ന് പറ. എങ്ങനെ കൊടുക്കും അച്ഛാ? അതിന് ദൈവം എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും മോളെ. മോള് പോ. അച്ഛാ, ഇന്ന് പണിക്ക് പോവല്ലേ? മോള് പോ. ദൈവമേ, നിന്നെ അന്വേഷിച്ച് എവിടെയെല്ലാം നടന്നളിയാ. എന്താണ് ഇത്ര അത്യാവശ്യം? നിന്റെ പാന്റ് ഒന്ന് വേണം. പാന്റോ? ആ, എന്തിനാണ്? നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അടിപൊളി. ഈ വേഷത്തിൽ ചെന്ന എന്നെ അവർ അകത്ത് കടത്തിവിടുകയില്ല. വാചൊന്നും അടിക്കാതെ വൈകുന്നേരം വന്നേരം തന്നേക്കാം. നിനക്ക് വേറെ പരിപാടി വല്ലതും ഉണ്ടോ? ഒരു പരിപാടിയുണ്ട്. എസ്റ്റേറ്റ് സൂപ്പർവിഷന് ഒരാൾ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു സ്ത്രീയുടെ പരസ്യം കണ്ടു. സ്ത്രീയുടെയോ? അതേടാ. ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവരെ കാണാൻ പോകുക. നടക്കട്ടെ. പക്ഷെ എന്റെ പാനിന്റെ കാര്യം മറക്കരുത്. ഇല്ല. ഗുഡ് ലക്ക്. താങ്ക് യു. ഗോവിന്ദ, ഇവിടെ ആരുമില്ലേ? പണ്ടറ കാളൻ. ആരാ? അല്ല, മണക്ക് കമ്മത്തിയ. പിന്നെ അല്ലാതെ ആരാണ്? നിങ്ങളുടെ കണ്ണിൽ എന്താണ്? അവിടെ നോക്ക്, നമ്മൾ ഇരിക്കാൻ വന്നവനല്ല. നമ്മുടെ റൂപ കൊടുക്കുന്ന എനിക്ക് പോയിട്ട് ജോലിയുണ്ട് ഗോവിന്ദ. ഏതായാലും ഇരിക്കും. ഗോവിന്ദ, എനിക്ക് രൂപ കൊടുക്കുന്ന. അതിനാണ് ഞാൻ വന്ന ഗോവിന്ദ. രൂപയുടെ കാര്യത്തിൽ നിർത്ത് വർത്തമാനം പറയരുത് ഗോവിന്ദ. ഇന്നും അവധി പറയാൻ ഒക്കെയല്ല. ഈ രൂപ കിട്ടിയിട്ട് വേണം 100 കൂട്ടം കാര്യം ചെയ്യാം. മനസ്സിലായോ? എന്ന് പറഞ്ഞ ഒരു രക്ഷയുമില്ല. ഏതായാലും പണം അധികം താമസിപ്പിക്കാതെ തിരിച്ചു തരാൻ നോക്കാം. പറ്റത്തില്ല ഗോവിന്ദ, നമ്മുടെ വീട്ടിലും ആകെ സുത്തലാണ്, അറിയാമോ? കമ്മത്തി പണം കയ്യിൽ വെച്ചുകൊണ്ടില്ലെന്ന് പറയുമോ? ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നുള്ളൂ ഗോവിന്ദ. മകനെ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് കേറി ഇറങ്ങി കരഞ്ഞിട്ടല്ലേ എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിച്ചത്. നമ്മൾ പാവമല്ലേ ഗോവിന്ദ? അതൊക്കെ എന്തിനാ കമ്മത്തി പറയുന്നത്? എനിക്കറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് എന്തറിയാം? കുന്തം അറിയാം, കുന്തം. അല്ലെങ്കിൽ നമ്മുടെ രൂപ നിങ്ങൾ കൊടുക്കല്ലേ? എങ്ങനെ തരും കമ്മത്തി? ഈ പെടാത്ത പാടൊക്കെ പെട്ടെന്റെ മകനെ BA വരെ പഠിപ്പിച്ചു. എന്നിട്ട് എന്ത് ഫലമുണ്ടായി? എന്താ അവൻ സത്തോ? അങ്ങനെ പറയരുത് കമ്മത്തി. എന്താ നമ്മുടെ രൂപ കൂടെ 1000 രൂപ ഇല്ലേ? ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ടാണ് കമ്മത്തി. ഏതായാലും ഇനി അധികം താമസിപ്പിക്കാതെ ഇടപാട് തീർത്തേക്കാം. അത് പറ്റിയുള്ള ഗോവിന്ദ. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കാര്യം പറയുന്നു. നമുക്കുമുണ്ട് വലിയ വയറുള്ള ഒരു കെട്ടിയോൾ. പണ്ടാരം പെറ്റുവെച്ചിട്ടുണ്ട് 8 എണ്ണം.
എന്തെല്ലാം പറഞ്ഞാലും രൂപയ്ക്ക് രൂപ തന്നെ വേണ്ടേ? അല്ലെങ്കിൽ കമ്മത്തി പേടിക്കുന്നത് എന്തിനാ? ഈ വസ്തു വീട് തന്നിട്ടില്ലേ? വസ്തു ഭണ്ഡാരം. ഇനി നമുക്ക് എന്തിനാ വസ്തു ഗോവിണ്ണ? അതിന് കേസിന് പോകാൻ നിങ്ങൾ കൊടുക്കുമോ രൂപ? അതാണ് പറഞ്ഞത്, കുറച്ചുകൂടി ക്ഷമിക്കണമെന്ന്. മര്യാദയോട് പറയരുത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ചത്ത് തരൂ, ഞാൻ താൻ കുത്തിച്ചത്തോളാം. കമ്മത്തി. തീരട്ടെ പണ്ടറക്കാളൻ. നിങ്ങൾ കുത്തിച്ചാകാൻ പോടാ, ഞമ്മളെ വരെ കത്തി. അതെന്താ മീരാനെ, നമ്മൾ ചാകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമോ? കത്തി മാറ്റ കത്തി. നിങ്ങൾ എന്താണ് മനുഷ്യരെ മക്കാരാക്കണത്? ചുമ്മാ ശാകുന്നു. കത്തി മാറ്റി ബീരാനെ, നമ്മുടെ തലസുറ്റിൽ വരും, അറിയാമോ? പണ്ടാരം. വേണ്ടെങ്കിൽ വേണ്ട. ഒരു കാര്യം ശരി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ശാകണമെങ്കിൽ ബീരാനായിട്ട് പറഞ്ഞു തരും. എന്താണെന്നാ, നമ്മള് മനുഷ്യന് കുത്തിശാവണം കണ്ടിട്ടില്ല, അതാണ് പണ്ടാരം. എന്തിനാ ബീരാനെ ഈ നാറിന സുരുട്ട് മേടിച്ച് വലിക്കുന്നത്? പിന്നെ നമ്മൾ എന്ത് വലിക്കണപ്പാ? നാളണക്ക് സാമ്പ്രാണി മേടിച്ച് പോച്ചൂടെ? എന്ത് ശാമ്പ്രാണി വായിലിട്ട് പോയിക്കാനാ? എന്താ നമ്മുടെ വായിൽ നാട്ടുമുണ്ട? എന്തോരു നാട്ടം കോവിന്ന പണ്ടാരം. എന്നാ പിന്നെ ഇയാളെന്തിനാണ് ഇപ്പൊ മൂക്കും വെച്ച് കൊണ്ട് ഇവിടെ ഇരിക്കണത്? നിങ്ങൾ പോന്നേ. നോക്കു കോവിണ്ണ, ഈ നാട്ടത്തിൽ നമ്മളെവിടെ ഇരുത്തിയിരിക്കുന്നത് ദ്രോഹമാണ്. മുതലാളി വേണ്ടെന്ന് മീറാൻ കൂടെ പറഞ്ഞിട്ടില്ല നമ്മൾ ഗോവിണ്ണന് രൂപ കൊടുത്തത്. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ പറ്റി? ഒരു ചെറുക്കം പിടിച്ച് ജയിച്ചില്ലേ? ഓഹോ, വലിയ കാര്യമായി പോയി. എടോ മണക്കൂ, താൻ പിടയ്ക്കാതെ. അയാൾ രൂപ തരുമെന്ന് അവര് ഈ നാട്ടിൽ നിന്ന് പോകാൻ പോണ. ഗോവിണ്ണ, ഈ രൂപ എന്ന് തരുമെന്നൊന്ന് പറ ഗോവിണ്ണ. ഞാൻ ഈ നാട്ടത്തിൽ നിന്നൊന്ന് പോട്ടെ ഗോവിണ്ണ. കമ്മത്തി, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അടുത്ത മാസം ഞാനിത് എങ്ങനെയും തരാം. ചതിക്കല്ല ഗോവിണ്ണ, ഞാൻ പട്ടിണി കിടന്ന് ഉണ്ടാക്കിയ രൂപയാണ്. അടുത്ത മാസം തന്നെ തരണേ. ചതിക്കല്ലേ ഗോവിണ്ണ. കമ്മത്തി, ഗോവിന്ദൻ ആരെയും ചതിക്കുകയല്ല. ഗോവിണ്ണ, ആ വാഴയുടെ കൂമ്പ് നമ്മൾ എടുത്തോട്ടെ, തോറം വെക്കാനാണ്. കമ്മത്തി ഒടിച്ചെടുത്തു. ഉപകാരം. ഈ ബലാന മണക്കൂന്ന് പേരിട്ടവനാണ് അശ്വന് മണക്കൂ. പക്ഷേ ആ പാവത്തിന്റെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം ബീരാൻ മുതലാളി. ചതിച്ചോ ദൈവമേ! ഇതെന്തൊരു ഹലാക്കാണപ്പാ? ഇതെന്തൊരു ഹലാക്കാണപ്പാ? ഗോവിണ്ണ, ഒന്നും തോന്നരുത്, ഒരു അബദ്ധം പറ്റി. പോട്ടെ കമ്മത്തി, സാരമില്ല, കൊണ്ടാവല്ലോ. ഗോവിണ്ണ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തായാലും ആ വാഴ ഒടിഞ്ഞു കിട്ടിയല്ലോ, ഞാൻ ഇതിന്റെ പിണ്ടി കൂടെ എടുത്തോട്ടെ. പിണ്ടിയും ചുണ്ടും കൂടെ തോറൻ വെച്ച് കൂട്ടിയാൽ ഗുന്മൻ പോകുമെന്നാണ്. ഇയാളെ വായ മുയ്യത്തോടെ വേണമെങ്കിൽ എടുത്ത് ചുവന്നുകൊണ്ട് വരും. ഉപകാരം. ഒയ്യത്തില്ലല്ല മുഷീബത്തി. പാവം കമ്മത്തി. വിടാന് നമ്മുടെ കൂടെ തരാൻ നിങ്ങളെ നമ്മൾ വിടത്തില്ല പണിക്കറേ. മുണ്ടഴിഞ്ഞു പോകുന്നത് പോട്ടെ, അതെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. നിങ്ങൾക്ക് മര്യാദ ഉണ്ടോ? നിങ്ങളൊരു മാന്യനല്ല, ഇതിന്റെ മര്യാദ ഒന്ന് പറ. കാര്യം എന്താണെന്ന് പറയാൻ പറ്റി? ഇതൊക്കെ ഭ്രാന്താണെന്ന് ഇതുകൂടെ പറയരുത്. കാര്യം പറയും, ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. എനിക്ക് ഒരു കുട ഉണ്ടായിരുന്നു, അതിന്റെ കുതിര ചാടി. ആ. പണിക്കര അതിനെ കുതിര വെച്ചു. ആ. എന്നിട്ട് ചാടി 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 ഒരൊറ്റ ഓട്ടം. കുട കിട്ടിയില്ലേ ഇവരെ? എവിടെ കിട്ടാനാണ്? എവിടെ പോയി? ദാ, ഇവിടെ ഇവിടെ. കുട തിന്നു കളഞ്ഞോ? ഇതൊക്കെ വെറുതെ പറയാണെന്നേ. ആ മണിക്കര കള്ളം പറഞ്ഞാൽ നാക്കാ കരഞ്ഞു പോവും. എന്തൊക്കെയാ മണിക്കര പറയുന്നത്? താങ്കൾ വേറെ ജോലിയൊന്നുമില്ല, ഞാൻ പോകണം. ആ, അത് മനസ്സിലിരിക്കട്ടെ. അത് തരാനും മണിക്കര. മണിക്കര വിട്, നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ എങ്ങനെയെങ്കിലും. എന്നാ നിങ്ങൾ കൊടുക്കൂടാ. നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കുട നമുക്ക് പിന്നെ മേടിക്കാം. ആരോട് മേടിക്കാനാണ്? നിങ്ങൾ മര്യാദക്കാരനല്ല, കൊട നിങ്ങൾ തരുമോ? ഞാൻ ചെല്ലട്ടെ, എനിക്കൊരു ആവശ്യമുണ്ട്. അത് വരട്ടെ, നിങ്ങൾ പണിക്കര വിട്ടു, കൊട നിങ്ങൾ തരണം. കുട നമുക്ക് മേടിക്കാം, പിന്നെ കാണാം നമുക്ക്. എന്തിനാണ് കാണുന്ന പണ്ടാരം? കണ്ണു കണ്ടിട്ടോടെ പോടോ. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനിവരാൽ വന്നിടൻ കൃഷ്ണൻ വരാൽ വന്നിടൻ സാമോദമായി ദ്വാരകയിൽ വസിക്കും കാലം